ടാഗിന്റെ ഇയർബഡുകൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവരുടെ സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ക്രോണോസ് ലൈറ്റ് 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ 1999 രൂപയ്ക്ക് ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് നോക്കുന്നെങ്കിൽ ക്രോണോസ് ലൈറ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സ് നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ടാഗിന്റെ ലോഗോയും കൂടാതെ ക്രോണോസ് ലൈറ്റും ദ നെക്സ്റ്റ് ഈസ് നൗ എന്ന ഒരു സ്ലോഗനും ഒക്കെ കാണാം. അതാണ് ആക്ച്വലി ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. കൂടാതെ സ്മാർട്ട് വാച്ചിന്റെ ഫോട്ടോയുണ്ട്. പിന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ പിറകിലും ഒക്കെ തന്നെ കുറേയധികം, അതായത് ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടെന്നുള്ളത്. എന്നാലും ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മെയ് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 5999 ആണ്. എന്നാൽ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ 1999 വാങ്ങിച്ചത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് സ്മോക്ക് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഏതാണെങ്കിലും നമുക്ക് ഇപ്പോൾ 999 രൂപയ്ക്ക് വാങ്ങിക്കാന്നുള്ളതാ. എന്തായാലും ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ടാഗിൻ്റെ ഒരു ചെറിയൊരു ബോക്സിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവരുടെ കുറച്ച് യൂസർ ഗൈഡും പിന്നെ നമ്മുടെ ഹാപ്പി ഓർ നോട്ട് ഹാപ്പി എന്നൊക്കെ പറഞ്ഞ സംഭവം കണ്ട അതും ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പൊതുവെ നമുക്ക് ഇതിൽ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ അതാണ് യൂസർ ഗൈഡ്. കൂടാതെ നമ്മുടെ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു നോർമലി എല്ലാ വാച്ചുകളിലും കിട്ടുന്ന പോലെ ഒരു ചാർജിങ് കേബിളും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം വലിയ ഒരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. ഞാൻ ആക്ച്വലി ചിന്തിച്ചത് കുറച്ചുകൂടി ചെറുതായിരിക്കും ഡയൽ എന്നുള്ളതാണ്. പക്ഷേ ഡയൽ സൈസ് അത്യാവശ്യം നല്ല വലുത് തന്നെയാണ്. ഇവരിവിടെ എഴുതിയിരിക്കുന്നത് ഒരു മെറ്റൽ ബോഡി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇത് കണ്ടിട്ട് പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇതിനകത്ത് മെറ്റൽ ബോഡി ആണോ എന്നറിയത്തില്ല. പക്ഷേ പുറമേ ഉള്ളതൊക്കെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് കാണാൻ സാധിക്കുന്നത്. പിറകിലായിട്ട് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ പോർട്ടും ഒക്കെ കാണാം. കൂടാതെ നമുക്ക് വലത് സൈഡിൽ ഒരു ക്രൗണും ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. റിയൽമി ടെക് ലൈഫിന്റെ വാച്ച് S100 ഒക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ ഒരു സ്ട്രാപ്പ് ഭയങ്കര ഒരു ഫീൽ ഒന്നും, അതായത് ക്വാളിറ്റി ഫീൽ ഒന്നും തോന്നിയില്ലെന്ന്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കൂടാതെ ബക്കിൾസ് എന്നൊക്കെ പറയുന്നത് മെറ്റലാണ്. ടാഗിന്റെ ലോഗോ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. ഇനി വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ ടാഗ് എന്ന് പറഞ്ഞിട്ട് ലോഗോ വന്നിട്ടുണ്ട്. കൂടാതെ നേരെ കണ്ടോ നമ്മുടെ ബോൾട്ട് ഡ്രിഫ്റ്റിൽ കണ്ടതുപോലെ ബൂട്ടപ്പായി നേരെ അങ്ങോട്ട് ഹോം സ്ക്രീനിൽ വന്ന് നിൽക്കുവാണ്. അല്ലാണ്ട് മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിൽ കാണുന്ന പോലെ ആ ഒരു ആപ്പ് നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് മൊബൈലുമായിട്ട് സിങ്ക് ചെയ്തെങ്കിലേ അങ്ങോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സംഭവം ഇവിടെയും ഇല്ല കേട്ടാ. എന്തായാലും ഓപ്പണായി വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. എന്തായാലും വാച്ച് ഫേസ് UAയിലേക്ക് വരുന്നതിന് മുന്നേ ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ 1.3 ഇഞ്ച് റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. 240x240 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ ഒരു 500 നിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സണ്ണി ഡേയിലാണെങ്കിൽ പോലും നമുക്ക് ഡിസ്പ്ലേ വിസിബിൾ ആകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഈ ഒരു വാച്ച് ഫേസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊരു ആനിമേറ്റഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മറ്റുള്ള 6 വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ കാണാം. ടോട്ടൽ അറ്റ് എ ടൈം നമുക്ക് 7 എണ്ണം മാത്രമേ ഈ ഒരു വാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ എങ്കിൽ പോലും 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവരുടെ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. UAയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്വിക്ക് ടോഗിൾസ് ആണ്. അതിന് മുന്നേ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്തിന്റെ ലോഗോയും കൂടാതെ 54% ബാറ്ററി ഉണ്ടെന്ന് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഒരു മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ജസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് വൈബ്രേഷൻ എന്നുള്ള സംഭവം അങ്ങോട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ബ്രൈറ്റ്നസിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ 100% ഇട്ടേക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു 10-20% ആവശ്യമേ ഉള്ളൂ. കൂടാതെ ഫ്ലാഷ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മോർ ബട്ടൺ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റും ദിവസവും ഒക്കെ ഉണ്ട്. മോർ ബട്ടൺ സെറ്റിംഗ്സ് ആണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മെയിൻ മെനു ഉണ്ട്. കൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയാണ് ആക്ടിവിറ്റി, നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, വെതർ, കൂടാതെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്ലേ ആൻഡ് പോസ്, നെക്സ്റ്റ്, പ്രീവിയസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കാണുന്നത് സ്പോർട്ട് ആണ്. അതായത് ഇതിനകത്ത് 60+ സ്പോർട്സ് മോഡ്സ് ഉണ്ട്. ആദ്യം നമുക്ക് കാണാം വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, നമ്മുടെ നോർമലി ഉള്ളത്. പിന്നെ നമ്മൾ കാണാത്തതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള ആവശ്യം പോലെ സ്പോർട്സ് മോഡ്സ്. എന്തായാലും 60 എണ്ണവും നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടോ ടാപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, SpO2 ഉണ്ട്, ബ്രെത്ത് ഉണ്ട്, ക്യാമറ, ഫൈൻ ഫോൺ, സ്ക്രീൻ സ്ലീപ്പ്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെയും 15 സെക്കൻഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡിലോ ഒക്കെ പോകുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. നോർമൽ എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ് കേട്ടോ.
അതുപോലെ തന്നെ വാച്ച് ഫേസസ്, ടാഗ് നിയോ ആപ്പ്, പവർ ഓഫ്, റീസെറ്റ്, എബൌട്ട്, കാൽക്കുലേറ്റർ, ഗെയിംസ്. കാൽക്കുലേറ്റർ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചിൽ കാണുന്നത്. ഞാൻ വേറെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകളിൽ ആദ്യമായിട്ടാണ് ഒരു കാൽക്കുലേറ്റർ കാണാൻ പറ്റുന്നത്. എന്തായാലും അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഗെയിം മാത്രമേ ഉള്ളൂ. ബോൾട്ട് ഡ്രിഫ്റ്റിലൊക്കെ നമ്മൾ 3 ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ഗെയിം മാത്രം കളിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു UI ഓവറോൾ പറയുവാണെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നിയോ ആപ്പ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. കഴിഞ്ഞ നമ്മുടെ ബോൾട്ട് ഡ്രിഫ്റ്റ് ഞാൻ സെൻസേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തെ ആക്ച്വലി ബോർഡിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് വാല്യൂസ് കാണിച്ചു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസേഴ്സിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന്. ആ ഒരു വീഡിയോയിൽ ആക്ച്വലി ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ബോർഡിൽ ടേബിളിൽ വെച്ചാൽ പോലും സെൻസേഴ്സ് മെഷർ ചെയ്യുന്നുള്ളത്. എന്നാൽ ദേ ഇവിടെ ടാഗിൽ കണ്ടോ, ഞാൻ ബോർഡിൽ വെച്ചിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നോക്കിയപ്പോഴത്തേക്ക് എഴുതിയേക്കുന്നുണ്ടോ പ്ലീസ് വെയർ റിസ്റ്റ് ബാൻഡ് കറക്റ്റ്ലി. അതായത് അങ്ങനെ ഇത് റീഡ് ആവണമെങ്കിൽ ഇതിലെന്തുകൊണ്ട് റീഡ് ആയില്ല എന്നുള്ളൊരു ചെറിയൊരു സംശയം. അത് ഞാൻ SPO2 നോക്കിയപ്പോഴും റീഡ് ആയിട്ടില്ലായിരുന്നു. ഇതുപോലെ എൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും എൻ്റെ കയ്യിൽ കെട്ടിയ സമയത്ത് ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഇനി SPO2 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 97 കാണിച്ചിട്ടുണ്ട്. ലോഡിംഗ് ആണ്. 97 തന്നെയാണ്. ഇപ്പോൾ 96 വന്നിട്ടുണ്ട്. 97. ഞാൻ പൊതുവെ പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചുകളിലുള്ള സെൻസേഴ്സ് ഒക്കെ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക, അല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ട് മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് തന്നെ ഉപയോഗിക്കുക. ഈ ഉള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി. ഇനി നമ്മുടെ ടാഗ് നിയോ ആപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഡിവൈസ് കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ടാബിൽ ഡിവൈസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രോണോസ് ലൈറ്റ് ആക്ച്വലി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രോണോസ് ലൈറ്റ് ഓൺ ആണെങ്കിൽ അതവിടെ കാണിക്കുന്നുള്ളതാണ്. എന്തായാലും ആദ്യം നമുക്ക് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് വർക്കൗട്ട്, ഞാൻ എത്ര കിലോമീറ്റർ നടന്നു, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, ഇതൊക്കെ തന്നെ ആ ഒരു വാല്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇത് കെട്ടിക്കൊണ്ട് നടക്കാത്തതുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പുകളൊന്നും തന്നെ കാണിക്കാത്തത്. കൂടാതെ വർക്കൗട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സ്ട്രാവ ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ആക്ച്വലി ഉള്ളൊരു സംഭവമാണ് ഇത്. അതായത് നമ്മളിപ്പോൾ സൈക്ലിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഔട്ട്ഡോർ റണ്ണിങ് അല്ലെങ്കിൽ ഏതിനാണെങ്കിലും നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അതൊന്ന് ഗോ കൊടുക്കുവാണെങ്കിൽ ആ ഒരു മാപ്പ് സഹിതം നമുക്ക് ഇവിടെ, അതായത് GPS കണ്ടോ കണക്റ്റഡ് ആണ്, മാപ്പ് സഹിതം നമുക്ക് ഇതിനകത്ത് കാണിക്കും. അതായത് നമ്മുടെ സെയിം സ്ട്രാവ് ആപ്പ് എന്താണോ ചെയ്യുന്നത് അത് ഇതിലേക്ക് വരുന്നതാണ്. കൂടാതെ ഡിവൈസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോണോസ് ലൈറ്റ് കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ കേട്ടോ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നില്ല, പക്ഷേ ആ ഒരു ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്. കൂടാതെ വാച്ച് ഫേസസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ അറ്റ് എ ടൈം നമുക്ക് 7 മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതിനകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എഡിറ്റ് കണ്ട ആ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സെലക്ട് പിക്ചർ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് കളർ ഇപ്പോൾ ബ്ലാക്കോ യെല്ലോയോ റെഡോ ഏതോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ തന്നെ കൊടുക്കാം. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുക. കൂടാതെ ടൈം പൊസിഷൻ, എബൌട്ട് ടൈം, ബിലോ ടൈം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുവാണെങ്കിൽ നേരെ ഈ ഒരു വാച്ചിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വരുവാണ്. കൂടാതെ നിങ്ങൾക്ക് മോർ വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ബോൾട്ട് ഫിറ്റ് ആപ്പിൽ നമ്മൾ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. കാറ്റഗറൈസ് അല്ല ഇവിടെയും, നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 100ൽ പരം ആ ഒരു വാച്ച് ഫേസസ് കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും നല്ല രസമുണ്ട് ഓരോ വാച്ച് ഫേസുകളും നമുക്ക് കാണാനായിട്ട്. ഇനി കോൾ റിമൈൻഡർ നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം. അതിപ്പോൾ തൽക്കാലത്തേക്ക് ഓഫാണ്. കൂടാതെ ആപ്പ് അലേർട്സ്, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും വാട്സപ്പിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും സ്കൈപ്പിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അലേർട്സുകൾ നമ്മുടെ ആ ഒരു വാച്ചിലേക്ക് വരണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ആക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അലാംസ് ഉണ്ട്, സെഡൻഡറി റിമൈൻഡർ ഉണ്ട്, ഗോൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ റിമൈൻഡർ ഉണ്ട്, ടൈം ഫോർമാറ്റ്, ഫൈൻ വാച്ച്, ഡു നോട്ട് ഡിസ്റ്റർബ്, അതുപോലെ തന്നെ റൈസ് ഹാൻഡ് ടു ആക്ടിവേറ്റ് ഡിസ്പ്ലേ. ഇത് ആക്ച്വലി നമ്മുടെ റൈസ് ടു വേക്കപ്പ് ഉണ്ടല്ലോ ആ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം വേണമെങ്കിൽ പോലും ആ ഒരു ടൈമിംഗ് കൊടുക്കാം. അതായത് നിങ്ങളിത് ഉറങ്ങുന്ന സമയത്ത് കെട്ടിക്കൊണ്ട് കിടക്കുന്നെങ്കിൽ നമ്മുടെ സ്ലീപ്പ് മോണിറ്ററിംഗ് ഡേറ്റ വേണമെങ്കിൽ നമ്മളിത് കെട്ടിക്കൊണ്ട് കിടക്കണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ നമ്മളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ ഓൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഡൈനാമിക് ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ്, അതായത് നമ്മുടെ HR മോണിറ്റർ 24 hours ഉള്ളതാണ്. ക്യാമറ ഫേംവെയർ അപ്ഡേറ്റ്, റിമൂവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടാഗ് നിയോ എന്ന് പറഞ്ഞ ആപ്പിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു റൗണ്ട് ഡയൽ, പ്രത്യേകിച്ച് ഒരു വലിയ റൗണ്ട് ഡയൽ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു ക്രോണോസ് ലൈറ്റിലേക്ക് പോകാം. കൂടാതെ നമ്മുടെ കയ്യിലേക്ക് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രേ കളർ നല്ല അട്രാക്റ്റഡ് ആണ്. നമ്മൾ എത്ര ദൂരത്ത് നിന്നാൽ പോലും ഈ ഒരു ഗ്രേ കളർ നമ്മുടെ വാച്ച് കൈ കിടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു പ്രോഡക്റ്റിന്റെ ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 200 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് 7 ദിവസമാണ് ബാറ്ററി ലൈഫ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉണ്ടോ എന്ന് തന്നെ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്
അസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ നല്ല ഷവറിൽ പോലും നമുക്ക് ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോവാം. എന്നാൽ നിങ്ങൾ ഡൈവിനൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷം നമുക്ക് വാറണ്ടി ഉണ്ടെങ്കിലും ഇതിന് വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. റേസ് ടു വേക്കപ്പും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നും വേറെ ഒരു പ്രശ്നവുമില്ല. 1999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റൗണ്ട് ഡയൽ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബിഗ് റൗണ്ട് ഡയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ടച്ച് ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് അല്ല ടച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. എന്നാൽ കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ അല്ലാണ്ട് മാറും. കാരണം വെച്ചാൽ നമ്മൾ ഇത് യൂസ്ഡ് ആവും. ആ ഒരു സംഭവം, അതായത് നമ്മുടെ ടച്ച് സെൻസിറ്റിവിറ്റി മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. അതർവൈസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, അതുപോലെ തന്നെ സെൻസേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടാഗിന്റെ ക്രോണോസ് ലൈറ്റിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പിന്നെ കോൾ വരുന്ന സമയത്ത് നമുക്ക് കോൾ കട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് റെസ്പോണ്ട് കോൾ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും ക്വിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടാഗ് ക്രോണോസ് ലൈറ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഒരു അൺബോക്സിംഗ് പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നു കഴിഞ്ഞാൽ ദീപ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നമുക്ക് ഡീൽ ചെയ്യാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ടാഗ് ക്രോണോസ് ലൈറ്റിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.